next section is spanning trees. Okay, so we have already discussed about a spanning subgraph. A subgraph H is called a spanning subgraph of a graph G if H and G have exactly the same vertex set. Okay, ഒരു സബ്ഗ്രാഫ് എച്ചിന് ഒരു ഗ്രാഫ് ജിയുടെ സ്പാനിങ് സബ്ഗ്രാഫ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എച്ചിനും ജിക്കും എന്ത് വേണം? സെയിം വെർട്ടെക്സ് സെറ്റ് വേണം. Now we will discuss about spanning trees. Definition നോക്കാം. A spanning tree of a graph G is a spanning subgraph of G that is a tree. Okay, ഇപ്പോൾ സ്പാനിങ് ട്രീ ഒരു ഗ്രാഫ് ജി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്പാനിങ് സബ്ഗ്രാഫ് ദാറ്റ് ഈസ് എ ട്രീ. ഒരു സ്പാനിങ് സബ്ഗ്രാഫ് തന്നെയാണ് ഇത്, പക്ഷെ അതെന്ത് കൂടി ആവണം? അതൊരു ട്രീ കൂടി ആവണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ സ്പാനിങ് സബ്ഗ്രാഫിനെ സ്പാനിങ് ട്രീ എന്ന് വിളിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ഗ്രാഫ് ജി തന്നിട്ടുണ്ട്, അതിൻ്റെ സ്പാനിങ് ട്രീ ആണ് ഈ രണ്ടാമത്തെ ഫിഗറിൽ തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതിന് രണ്ടിനും എന്താണ്? സെയിം വെർട്ടെക്സ് സെറ്റാണ് V1, V2, V3, V4 ആൻഡ് V5. അതേപോലെ V1, V2, V3, V4, V5 സെയിം വെർട്ടെക്സ് സെറ്റാണ് രണ്ടിനും. ബട്ട് എഡ്ജസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ എഡ്ജസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം, പക്ഷേ എന്ത് വേണം? അതിൻ്റെ വെർട്ടെക്സ് സെറ്റ് സെയിം ആവണം. അപ്പോൾ ഇതെന്താവുള്ളൂ? സ്പാനിങ് സബ്ഗ്രാഫ് ആവുള്ളൂ. ആൻഡ് അത് ഈ സ്പാനിങ് സബ്ഗ്രാഫ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ സ്പാനിങ് സബ്ഗ്രാഫ് നോക്കിയാൽ അറിയാം ഇതെന്താണ്? ഇതൊരു ട്രീ ആണ്. സോ ഈ സ്പാനിങ് സബ്ഗ്രാഫ് എന്താവും? ഈ ഗ്രാഫ് ജിയുടെ സ്പാനിങ് ട്രീ ആയിട്ട് മാറും. നെക്സ്റ്റ് ഇസ് എ തിയറം 2.12. A graph G is connected if and only if it has a spanning tree. Okay, so തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഗ്രാഫ് ജി കണക്റ്റഡ് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് ഇറ്റ് ഹാസ് എ സ്പാനിങ് ട്രീ. അതായത് ഒരു ഗ്രാഫ് ജി കണക്റ്റഡ് ആണെങ്കിൽ എന്തുണ്ടാവും? ഇറ്റ് ഹാസ് എ സ്പാനിങ് ട്രീ. ആൻഡ് ഒരു ഗ്രാഫിന് സ്പാനിങ് ട്രീ ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് എന്താവണം? കണക്റ്റഡ് ഗ്രാഫ് ആവണം. ഓക്കെ, നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് വി സപ്പോസ് ദാറ്റ് ജി ഇസ് എ കണക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, so we suppose that G is a connected graph and we have to show that it has a spanning tree. Suppose that G is connected with n vertices and q edges. G connected ആണ്, n vertices ഉണ്ട്, q edges ഉണ്ട്. Then by corollary 2.10 we have q greater than or equal to n minus 1. Corollary 2.10 എന്താ പറയുന്നത്? A connected graph G with n vertices has at least n minus 1 edges. ഒരു കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n verticesന് എന്തുണ്ട്? അറ്റ്ലീസ്റ്റ് n minus 1 edges ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ സപ്പോസ് ചെയ്തത് G എന്താണ്? ഒരു കണക്റ്റഡ് ഗ്രാഫാണ് ആൻഡ് ഇറ്റ് ഹാസ് n vertices. സോ അതിനെന്ത് വേണം? അറ്റ്ലീസ്റ്റ് n minus 1 edges വേണം. നമ്മളിവിടെ എഡ്ജസ് ആയിട്ട് എടുത്തത് q number of edges ആണ്. So q should be greater than or equal to n minus 1. Okay, so q greater than or equal to n minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? either q equal to n minus 1 or q greater than n minus 1. So first നമ്മൾ q equal to n minus 1 എന്ന കണ്ടീഷൻ എടുത്തു. If q equal to n minus 1, then by tree implies 1 in theorem 2.11, G is a tree. And so we can take T equal to G as a spanning tree of G. നമ്മൾ ഫസ്റ്റ് q equal to n minus 1 എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 implies 1 in theorem 2.11. Okay, so theorem 2.11 ഇതാണ്. Let G be a graph with n vertices, then the following statements are equivalent എന്നാണ്. G is a tree, then G is an acyclic graph with n minus 1 edges and G is a connected graph with n minus 1 edges. ഇതാണ് മൂന്ന് കണ്ടീഷൻസ്. G ഒരു ഗ്രാഫ് വിത്ത് n vertices ആണെങ്കിൽ ഈ മൂന്ന് കണ്ടീഷൻസും ഇക്വലൻ്റ് ആവുമെന്നാണ് തിയറം 2.11 പറയുന്നത്. ഇവിടെ 3 implies 1 എന്താണ്? If G is a connected graph with n minus 1 edges, then G will be a tree. അതാണ് 3 implies 1 പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ഗ്രാഫ് G എന്താണ്? ഇറ്റ് ഈസ് കണക്റ്റഡ് ആൻഡ് ഇറ്റ് ഹാസ് n vertices ആണ്. ആൻഡ് നമ്മളിവിടെ q equal to n minus 1, q edges ആണ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു n minus 1 എന്നിട്ടു. സോ G ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n minus 1 edges ആണ്. അങ്ങനെയാണെങ്കിൽ 3 implies 1 ഓഫ് തിയറം 2.11 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? G will be a tree. So G is a tree എന്ന് കിട്ടി. Now
ജി ഒരു ട്രീ ആണെങ്കിൽ നമുക്ക് ടി ഈക്വൽ ടു ജി ആസ് എ സ്പാനിങ് ട്രീ ഓഫ് ജി എന്ന് എടുക്കാം. നമുക്ക് ജിയിൽ എന്തുണ്ട് എന്നാണ് കാണിക്കേണ്ടത്, ഒരു സ്പാനിങ് ട്രീ ഉണ്ട് എന്നാണ് കാണിക്കേണ്ടത്. സോ ജി ഇറ്റ് സെൽഫ് ഒരു ട്രീ ആണെങ്കിൽ നമുക്ക് ജി എന്താണ് അതിൻ്റെ സ്പാനിങ് ട്രീ ആയിട്ട് ഈ ജീനെ തന്നെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ഇഫ് ക്യൂ ഈക്വൽ ടു n മൈനസ് 1 നമുക്ക് എന്ത് കിട്ടും, ജി ഇറ്റ് സെൽഫ് ഇസ് എ ട്രീ എന്ന് കിട്ടും. അപ്പോൾ ഈ ജീനെ തന്നെ നമുക്ക് എന്തായിട്ട് എടുക്കാം, അതിൻ്റെ സ്പാനിങ് ട്രീ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ജി ഹാസ് എ സ്പാനിങ് ട്രീ എന്ന് പറയാം. സോ ക്യൂ ഈക്വൽ ടു n മൈനസ് 1 ആകുമ്പോൾ അതിൽ ജി ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ അതിൽ എന്തുണ്ടെന്ന് കിട്ടി, ഇറ്റ് ഹാസ് എ സ്പാനിങ് ട്രീ. നമ്മൾ ജി തന്നെ അടുത്ത സ്പാനിങ് ട്രീ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി ക്യൂ ഗ്രേറ്റർ ദാൻ n മൈനസ് 1, ക്യൂ ഗ്രേറ്റർ ദാൻ n മൈനസ് 1 ആകുമ്പോഴും അതിലൊരു സ്പാനിങ് ട്രീ ഉണ്ട് എന്ന് കാണിക്കണം. If q greater than n minus 1, then by theorem 2.4 or by 1 implies 3 of theorem 2.11, G is not a tree and so G must contain a cycle. അപ്പോൾ q greater than n minus 1 ആകുമ്പോൾ G ഒരു ട്രീ ആവില്ല എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താ, വീണ്ടും തിയറം 2.11 ഇപ്പോൾ ഇപ്രാവശ്യം എന്താണ് 1 implies 3 ആണ്. അതായത് G is a tree then G is a connected graph with n minus 1 edges അല്ല, G is a tree then G is a connected graph with n minus 1 എന്നാണ്. ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ G is connected and it graph with number of edges not equal to n minus 1, then we cannot say that G is a tree. G ഒരു ട്രീ ആണെങ്കിൽ അത് കണക്റ്റഡ് ആവും ആൻഡ് ഇറ്റ് വിൽ ഹാവ് n minus 1 edges എന്നാണ്. സോ ഇവിടെ ജി കണക്റ്റഡ് ആണ്, പക്ഷെ അതിന് എന്തില്ല, n minus 1-നേക്കാൾ കൂടുതൽ എഡ്ജസ് ഉണ്ട്. അതായത് നമ്പർ ഓഫ് എഡ്ജസ് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു n minus 1, ദെൻ നമുക്ക് എന്താ പറയാം, ജി വിൽ നോട്ട് ബി എ ട്രീ എന്ന് പറയാം തിയറം 2.11 ഉപയോഗിച്ചിട്ട്. അതായത് ഇവിടെ എന്താണ്, നമ്മൾ ഗ്രാഫ് ജി കണക്റ്റഡ് ആണ് ആൻഡ് ഇറ്റ് ഹാസ് n വേർട്ടിസസ്, പക്ഷെ അതിന് എന്തുണ്ട്, ഇറ്റ് ഹാസ് മോർ ദാൻ n minus 1 എഡ്ജസ്. അങ്ങനെ വരുമ്പോൾ അതെന്താവില്ല, ഇറ്റ് വിൽ നോട്ട് ബി എ ട്രീ. സിൻസ് ജി ഈസ് നോട്ട് എ ട്രീ, ജി എന്താണ് കണക്റ്റഡ് ആണ് പക്ഷെ ജി ട്രീ അല്ല, അപ്പോൾ പിന്നെ ജി എന്താവും, എസൈക്ലിക് ആവില്ല അല്ലേ. കണക്റ്റഡ് എസൈക്ലിക് ഗ്രാഫാണ് ട്രീ, പക്ഷെ ജി എന്താണ് കണക്റ്റഡ് ആണ്, ട്രീ അല്ല. സോ ജി എന്താവില്ല, ജി വിൽ നോട്ട് ബി എസൈക്ലിക്. അതായത് ജി എന്തുണ്ടാവും, ജി മസ്റ്റ് കണ്ടെയ്ൻ എ സൈക്കിൾ, ജിയിൽ എന്തുണ്ടാവും, ഒരു സൈക്കിൾ ഉണ്ടാവും. ലെറ്റ് ഈവൻ ബി ആൻ എഡ്ജ് ഓഫ് സച്ച് എ സൈക്കിൾ. സോ ജിയിൽ ഒരു സൈക്കിൾ ഉണ്ട്, ആ സൈക്കിളിലെ ഒരു എഡ്ജായിട്ട് നമ്മൾ E1-നെ ചൂസ് ചെയ്തു. Then the subgraph G minus E1 is connected. ഈ G minus E1, E1 എന്ന് പറയുന്നത് എന്താണ്, ജിയിലെ ഒരു സൈക്കിളിലുള്ള എഡ്ജാണ് E1. ദെൻ G minus E1 is a subgraph of G. ഈ G minus E1 എന്ന് പറയുന്ന സബ്ഗ്രാഫ് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ കണക്റ്റഡ് സബ്ഗ്രാഫ്. കാരണം എന്താണ്, E1 എന്ന് പറയുന്നത് എന്താവില്ല, ഇറ്റ് വിൽ നോട്ട് ബി എ ബ്രിഡ്ജ് ഓഫ് ദ ഗ്രാഫ് G. E1 എന്താണ്, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എ സൈക്കിൾ അല്ലേ. നമ്മൾ തിയറത്തിൽ പറഞ്ഞിരുന്നു, ഒരു എഡ്ജ് ഇ എന്താണ്, ഇഫ് അതൊരു ബ്രിഡ്ജ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി എ പാർട്ട് ഓഫ് എനി സൈക്കിൾ, അതൊരു സൈക്കിളിൻ്റെയും പാർട്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ E1 എന്താണ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സൈക്കിൾ ഇൻ ജി ആണ്. അതുകൊണ്ട് തന്നെ E1 എന്താവില്ല, E1 വിൽ നോട്ട് ബി എ ബ്രിഡ്ജ്. E1 ബ്രിഡ്ജ് അല്ലാത്തതുകൊണ്ട് G minus E1 എന്ന് പറയുന്ന സബ്ഗ്രാഫ് എന്താവും, ഇറ്റ് വിൽ ബി കണക്റ്റഡ്. സോ G minus E1 എന്താണ്, ഇറ്റ് ഹാസ് n വേർട്ടിസസ്, it is connected and has q minus 1 edges. അതിന് എത്ര എഡ്ജസ് ഉണ്ട്, q minus 1 edges. അതെങ്ങനെയാണ്, ജിയിൽ എത്ര എഡ്ജസ് ഉള്ളത്, G has q edges. ഈ ജിയിൽ നിന്നും ഒരു എഡ്ജ് E1 കുറച്ചതാണ് G minus E1. സോ G minus E1-ൽ എത്ര എഡ്ജ് ഉണ്ടാവും, q minus 1 edges. Okay, so G minus E1 is a connected graph with n vertices and q minus 1 edges. ഇനി ഈ q minus 1, G minus E1-ൽ q minus 1 എഡ്ജസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇഫ് q minus 1 ഈക്വൽ ടു n minus 1, അതായത് q minus 1 ഈക്വൽ ടു n minus 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, G minus E1 is a connected graph with n minus 1. q minus 1 എഡ്ജസ് ആയിരുന്നു, q minus 1 ഈക്വൽ ടു n minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഹാസ് n minus 1 edges. So G minus E1 is a connected graph with n minus 1 edges. Then നമ്മൾ തിയറം 2.11-ലെ 3 implies 1 വെച്ചിട്ട് എന്താ പറയാം, G minus E1 എന്താവണം, ഇറ്റ് ഷുഡ് ബി എ ട്രീ. സോ G minus E1 ഒരു ട്രീ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഈ G minus E1-നെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, സ്പാനിങ് ട്രീ ഓഫ് G ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം G minus E1-ൻ്റെയും Gൻ്റെയും വെർട്ടെക്സ് സെറ്റ് സെയിം തന്നെയാണ്. ആൻഡ് G minus E1 എന്താണ്, ഒരു ട്രീ ആണ് എന്ന് കിട്ടി.
സോ ഈ ജി മൈനസ് ഇ വണ്ണിനെ നമുക്ക് ജിയിലെ സ്പാനിങ് ട്രീ ആയിട്ട് സപ്പോസ് ചെയ്യാം. ഓക്കെ, സോ ഇഫ് ക്യൂ മൈനസ് വൺ ഈക്വൽ ടു എൻ മൈനസ് വൺ ആണെങ്കിൽ അതിലെന്തുണ്ട് എന്ന് കിട്ടി, ഒരു സ്പാനിങ് ട്രീ ജി മൈനസ് ഇ വൺ എക്സിസ്റ്റ് ചെയ്യുമെന്ന് കിട്ടി. ഇനി ഇഫ് ജി ക്യൂ മൈനസ് വൺ ഈക്വൽ ടു എൻ മൈനസ് വൺ ആകുമ്പോൾ ജി മൈനസ് ഇ വൺ എന്താവും എന്ന് പറഞ്ഞു, ട്രീ ആവും എന്ന് പറഞ്ഞു. സോ അവിടെ സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യും. ഇഫ് ക്യൂ മൈനസ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ എൻ മൈനസ് വൺ, ക്യൂ മൈനസ് വൺ ഗ്രേറ്റർ ദാൻ എൻ മൈനസ് വൺ ആയാൽ നേരത്തെ പറഞ്ഞ പോലെ ജി മൈനസ് ഇ വണ്ണും എന്താവില്ല, ഇറ്റ് വിൽ നോട്ട് ബി എ ട്രീ. കാരണം ജി മൈനസ് ഇ വണ്ണിൽ കണക്റ്റഡ് ഗ്രാഫാണ്, എൻ വേർട്ടീസസ് ഉണ്ട്, പക്ഷെ അതിനെന്തുണ്ട്, മോർ ദാൻ എൻ മൈനസ് വൺ എഡ്ജസ് ഉണ്ട്. അപ്പോൾ അതെന്താവില്ല, ഇറ്റ് വിൽ നോട്ട് ബി എ ട്രീ. ജി മൈനസ് ഇ വൺ ട്രീ അല്ലെങ്കിൽ അതിലെന്തുണ്ടാവും, അതിലൊരു സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. സോ ദർ വിൽ ബി എ സൈക്കിൾ ഇൻ ജി മൈനസ് ഇ വൺ. നേരത്തെ അതേ പ്രൊസീജിയർ എന്ത് ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതായത് ഈ ജി മൈനസ് ഇ വണ്ണിൽ നിന്നും നമ്മളൊരു എഡ്ജ് ഇ ടു, ഈ സൈക്കിൾ ജി മൈനസ് ഇ വണ്ണിലുള്ള എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഒരു സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ സൈക്കിളിലെ ഒരു എഡ്ജാണ് ഇ ടു എങ്കിൽ ആ ഇ ടുവിനെ നമ്മൾ എന്ത് ചെയ്യുക, ജി മൈനസ് ഇ വണ്ണിൽ നിന്നും റിമൂവ് ചെയ്യുക. സോ ജി മൈനസ് ഇ വണ്ണിൽ നിന്നും ഇ ടു എന്ന് പറയുന്ന എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വീണ്ടും ഒരു സബ് ഗ്രാഫ് കിട്ടും അല്ലേ. ജി മൈനസ് ഇ വൺ മൈനസ് ഇ ടു എന്ന് പറയുന്ന ഒരു സബ് ഗ്രാഫ് കിട്ടും. ഈ സബ് ഗ്രാഫ് എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ്. കാരണം എന്താണ്, ജി മൈനസ് ഇ വൺ ഈസ് ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇനി ഇ ടു, അതൊന്നും നമ്മൾ എന്താ ചെയ്തത്, ഇ ടു പറഞ്ഞ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത്. ഇ ടു എന്താണ്, ഈ ജി മൈനസ് ഇ വണ്ണിലെ ഒരു സൈക്കിളിലുള്ള എഡ്ജാണ്. സോ ഇ ടു എന്താവില്ല, ബ്രിഡ്ജ് ആവില്ല. സോ ജി മൈനസ് ഇ വൺ മൈനസ് ഇ ടു എന്ന് പറയുന്നത് എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് എൻ വെർട്ടിസസ്. നമ്മൾ എഡ്ജസ് മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ, വെർട്ടിസസ് ഒന്നും ചെയ്യുന്നില്ല. സോ ഇറ്റ് ഹാസ് എൻ വെർട്ടിസസ് ആൻഡ് ഹൗ മെനി എഡ്ജസ്, ജി മൈനസ് ഇ വണ്ണിൽ ക്യൂ മൈനസ് വൺ എഡ്ജസ് ആണ്, അതിൽ നിന്നും ഒരു എഡ്ജ് കൂടി റിമൂവ് ചെയ്തു. സോ ക്യൂ മൈനസ് ടു എഡ്ജസ് എന്ന് കിട്ടി. ഇനി വീണ്ടും നമുക്ക് നേരത്തെ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം അല്ലേ. അതായത് ഇപ്പോൾ ക്യൂ മൈനസ് ടു എഡ്ജസ് ആണെന്ന് കിട്ടി. ഇഫ് ക്യൂ മൈനസ് ടു ഈക്വൽ ടു എൻ മൈനസ് വൺ ആണെങ്കിൽ ജി മൈനസ് ഇ വൺ ഇ ടു എന്ന് പറയുന്നത് എന്താവും, ഇറ്റ് വിൽ ബി എ ട്രീ. സോ ഈ ജിയിലെ സ്പാനിങ് ട്രീ ആയിട്ട് നമുക്ക് എന്തെടുക്കാം, ജി മൈനസ് ഇ വൺ ഇ ടു എന്ന് പറയുന്ന ആ ട്രീ കൺസിഡർ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇഫ് ക്യൂ മൈനസ് ടു ഗ്രേറ്റർ ദാൻ എൻ മൈനസ് വൺ ആണെങ്കിൽ ഈ ജി മൈനസ് ഇ വൺ ഇ ടു എന്ന് പറയുന്നത് എന്താവില്ല, ഇറ്റ് വിൽ നോട്ട് ബി എ ട്രീ. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വീണ്ടും ഒരു എഡ്ജ് ഇ ത്രീ എന്ത് ചെയ്യുക, ഇതിന് റിമൂവ് ചെയ്യുക. അങ്ങനെ ഈ പ്രൊസീജിയർ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ റിപ്പീറ്റ് ദിസ് പ്രൊസീജിയർ അല്ലേ. വി കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് ദിസ് പ്രൊസീജിയർ, ഡിലീറ്റിംഗ് ക്യൂ മൈനസ് എൻ പ്ലസ് വൺ എഡ്ജസ് ആൾ ടുഗെദർ ടു ഇവൻച്വലി പ്രൊഡ്യൂസ് എ സബ്ഗ്രാഫ് ടി വിച്ച് ഈസ് കണക്റ്റഡ്, has n vertices and q minus n plus 1 that is equal to n minus 1 edges. നമുക്ക് ഈ പ്രൊസീജിയർ എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അങ്ങനെ നമുക്ക് എത്ര എഡ്ജസ്, ഡിലീറ്റിംഗ് ക്യൂ മൈനസ് എൻ പ്ലസ് വൺ എഡ്ജസ് ഓൾ ടുഗെദർ. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ എന്താ നമ്മൾ പറഞ്ഞു, ക്യൂ എഡ്ജസ് ആണ് എന്ന് പറഞ്ഞു. ആൻഡ് ക്യൂ എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് വൺ ആണ്. സോ നമുക്ക് അറ്റ് ദ മോസ്റ്റ് എത്ര എഡ്ജസ് ഇതിന്ന് ഡിലീറ്റ് ചെയ്യാം, ക്യൂ മൈനസ് എൻ മൈനസ് വൺ, ദാറ്റ് ഈസ് ക്യൂ മൈനസ് എൻ മൈനസ് വൺ എഡ്ജസ് ഡിലീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ക്യൂ മൈനസ് എൻ പ്ലസ് വൺ എഡ്ജസ് ആൾ ടുഗെദർ ഈ ഒരു ഗ്രാഫിൽ നിന്നും ഡിലീറ്റ് ചെയ്യാം ടു പ്രൊഡ്യൂസ് എ സബ് ഗ്രാഫ് ടി. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഇത്രയും എഡ്ജസ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു സബ് ഗ്രാഫ് ടി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ആ സബ് ഗ്രാഫ് ടി എന്തായിരിക്കും, നമ്മൾ ഓരോ കേസിലും കണ്ടു, ഈ ഓരോ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴും ജി മൈനസ് ഇ വൺ ചെയ്തപ്പോൾ കിട്ടിയ ഗ്രാഫ് എന്തായിരുന്നു, കണക്റ്റഡ് ആയിരുന്നു. ജി മൈനസ് ഇ വൺ ഇ ടു ചെയ്തപ്പോൾ കിട്ടിയ ഗ്രാഫ് കണക്റ്റഡ് ആയിരുന്നു. സോ ഈ ക്യൂ മൈനസ് എൻ പ്ലസ് വൺ എഡ്ജസും റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സബ് ഗ്രാഫ് ടി എന്തായിരിക്കും, ഇറ്റ് വിൽ ബി കണക്റ്റഡ്. ആൻഡ് എഡ്ജസ് മാത്രമാണ് റിമൂവ് ചെയ്യുന്നത്. സോ എൻ വേർട്ടിസസ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ഹൗ മെനി എഡ്ജസ് വിൽ ഇറ്റ് ഹാവ്, സോ ക്യൂ എഡ്ജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ നിന്നും ക്യൂ മൈനസ് എൻ പ്ലസ് വൺ എഡ്ജസ് റിമൂവ് ചെയ്തു. സോ ക്യൂ മൈനസ് എൻ പ്ലസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, എൻ മൈനസ് വൺ എഡ്ജസ്. സോ ഇത്രയും എഡ്ജസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു സബ് ഗ്രാഫ് ടി കിട്ടും. അത് കണക്റ്റഡ് ആവും, എൻ വേർട്ടിസസ് ഉണ്ടാവും, ആൻഡ് ഇറ്റ് വിൽ ഹാവ് എൻ മൈനസ് വൺ എഡ്ജസ്. അപ്പോൾ ഈ കിട്ടുന്ന ടി എന്താണ്, ഇറ്റ് ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് എൻ മൈനസ് വൺ എഡ്ജസ്. ദെൻ വീണ്ടും നമുക്ക് എന്ത് പറയാം, തിയറം 2.11 3 ഇംപ്ലൈസ് 1 വെച്ചിട്ട് സിൻസ് ടി ഇസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് എൻ മൈനസ് വൺ എഡ്ജസ്, ടി എന്തായിരിക്കും, ടി ഇസ് എ ട്രീ. ഇനി ഇവിടെ നോക്കൂ, ഈ ട്രീയിൽ എൻ മൈനസ് വൺ എഡ്ജസ് ആണ്, പക്ഷേ എത്ര വേർട്ടിസസ് ഉണ്ട്, ഇറ്റ് ഹാസ് എൻ വേർട്ടിസസ്. സോ ടി ഹാസ് ദ സെയിം വെർട്ടെക്സ് സെറ്റ് ആസ് ജി.
Okay, so T is a tree and it has the same vertex set as G. So ഈ ടീനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ സ്പാനിങ് ട്രീ ഓഫ് G. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? G എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് ഗ്രാഫ് കൺസിഡർ ചെയ്തപ്പോൾ അതിൽ എന്തുണ്ടെന്ന് കിട്ടി? ഒരു സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ കൺവേഴ്സ് പാർട്ടാണ്, അതായത് G ഗ്രാഫ് ഇഫ് ഇറ്റ് ഹാസ് എ സ്പാനിങ് സബ് ട്രീ, അതിലൊരു സ്പാനിങ് ട്രീ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് G ഈസ് കണക്റ്റഡ്. Okay, so conversely, if G has a spanning subtree, then given any two vertices U and V of G, then U and V are also vertices of the connected subgraph T. Okay, so T എന്ന് പറയുന്നത് എന്താണ്? G എന്ന ഗ്രാഫിലെ ഒരു സ്പാനിങ് ട്രീ ആണ് T. G കണക്റ്റഡ് ആണ് എന്നാണ് കാണിക്കേണ്ടത്. സോ G കണക്റ്റഡ് ആണ് എന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്താ കാണിക്കേണ്ടത്? ഈ Gയിലെ ഏത് രണ്ട് വെർട്ടെക്സ് U V എടുത്തിട്ടുണ്ടെങ്കിലും ദർ ഷുഡ് ബി എ പാത്ത് കണക്റ്റിംഗ് ദീസ് ടു വെർട്ടിസസ് അല്ലേ. സോ ഈ Gയിലെ രണ്ട് വെർട്ടിസസ് എടുത്ത് U V എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ യുവും വിയും എന്തിലും ഉണ്ടാവും? they are also vertices of the subgraph T. കാരണം T എന്താണ്? ഇറ്റ് ഈസ് എ സ്പാനിങ് സബ് ട്രീ ഓഫ് G ആണ് അല്ലേ. സ്പാനിങ് സബ്ഗ്രാഫ് ഓഫ് G ആണ് T. അതുകൊണ്ട് Gയുടെയും Tയുടെയും വെർട്ടെക്സ് സെറ്റ് സെയിം ആയിരിക്കും. സോ യു വി എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സ് Gയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വെർട്ടെക്സ് എന്തിലും ഉണ്ടാവും? Tയിലും ഉണ്ടാവും. ഇനി T എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ട്രീ ആയതുകൊണ്ട് അതെന്താണ്? കണക്റ്റഡ് ആണ്. സോ ഈ ട്രീയിലെ രണ്ട് വെർട്ടെക്സസ് യുവും വിയും ഈ ട്രീയിലുള്ള ടി എന്ന് പറയുന്ന ട്രീയിലുള്ള രണ്ട് വെർട്ടെക്സ് ആണ്. ആൻഡ് ഇത് ട്രീ ആയതുകൊണ്ട് കണക്റ്റഡ് ആണ് അല്ലേ. സോ ദർ ഈസ് എ പാത്ത് കണക്റ്റിംഗ് ദീസ് ടു വെർട്ടിസസ് യു ആൻഡ് വി. ഈ യുവിനെയും വിനെയും കണക്ട് ചെയ്യുന്ന എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ പാത്ത് എന്തുണ്ടാവും? ഇറ്റ് വിൽ ഓൾസോ ബി ഇൻ G. Okay, so this shows that G is connected. Next theorem 2.13, Cayley's theorem. The complete graph Kn has n raised to n minus 2 different spanning trees. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളെ കംപ്ലീറ്റ് ഗ്രാഫ് Kn എന്ന് പറയുന്ന കംപ്ലീറ്റ് ഗ്രാഫിൽ n raised to n minus 2 സ്പാനിങ് ട്രീസ് ആണ് അതിനുണ്ടാവുക. ഓക്കെ, n raised to n minus 2 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് എക്സിസ്റ്റ് ചെയ്യും Kn-ന്. ഇതിൻ്റെ പ്രൂഫ് നിങ്ങളുടെ സിലബസിലില്ല, ഈ റിലേഷൻ ഓർത്തു വെക്കുക. പറഞ്ഞു ഒരു കംപ്ലീറ്റ് ഗ്രാഫ് Kn-ൽ n raised to n minus 2 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ആണ് എക്സിസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് ഗ്രാഫ് K4 കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ K4-ൽ എത്ര സ്പാനിങ് ട്രീസ് ഉണ്ടാവും? 4 raised to 4 minus 2, that is 4 square. 16 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ഉണ്ടാവും K4-ന്. പക്ഷേ ഈ 16 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസിൽ ഓൺലി 2 ആർ നോൺ ഐസോമോർഫിക്. ആകെ 2 തന്നെ ഉള്ളൂ എന്തായിട്ട് വരുന്നത്? നോൺ ഐസോമോർഫിക് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം ഈ രണ്ടുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, ഇത് K4 എന്ന് പറയുന്നത് നമ്മളെ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 4 വെർട്ടിസസ് K4 ആണിത്. അതിൻ്റെ 16 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് 12, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഫസ്റ്റ് 12 എന്താണ്? ഐസോമോർഫിക് ആണ്. ആൻഡ് ലാസ്റ്റത്തെ 4ഉം ഐസോമോർഫിക് ആണ്. ഓക്കെ, അങ്ങനെ ആകെ 2 നോൺ ഐസോമോർഫിക് ഉള്ളൂ. 16 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ഉണ്ടെങ്കിലും ആകെ 2 ഉള്ളൂ അതിൽ നോൺ ഐസോമോർഫിക് ആയിട്ടുള്ളത്. K6 എന്താണ്? കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 6 വെർട്ടിസസ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് 6 raised to 6 minus 2, that is 6 raised to 4, 1296 ഡിഫറെൻറ്റ് സ്പാനിങ് ട്രീസ് ആണ് അതിനുള്ളത്. പക്ഷേ ഈ 1296-ൽ ഓൺലി 6 ആർ നോൺ ഐസോമോർഫിക് വൺസ്.